ഞാൻ പിന്നെ വന്നു ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽ എടുക്കാൻ പോവാണ്. ഇൻസ്റ്റാഗ്രാമിലുള്ളവരെ ഞാൻ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കണ്ണ് ഒറിജിനലാണെന്നും പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലെൻസാണ് കുത്തിക്കെറ്റി വെക്കേണ്ടത്, ഇല്ലെങ്കിൽ അവർക്ക് സംശയം വരും ഗൈസ്. പിന്നെ എന്തിനോ വേണ്ടി ഞാൻ ബഞ്ചാരാസിൻ്റെ റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചുമ്മാ വീഡിയോ എടുക്കുന്നല്ലേ, കുറച്ച് വെയിറ്റ് ഇരിക്കട്ടെ എന്ന് എഴുതി. അത് എന്നിട്ട് ഞാൻ ജോവിസ് ഹെർബലിൻ്റെ സൺസ്ക്രീമാണ് മുഖത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഭാവമൊക്കെ കണ്ടാൽ തോന്നും പുറത്ത് പോയി ഷൂട്ട് ചെയ്യാനാണെന്ന്. വെറുതെയാണ് ഗൈസ്. ജനാലയുടെ മുന്നിൽ ഇരുന്ന് ചുണ്ടിട്ടാനാക്കാനാണ് ഇത്രയും പറ്റിഷു. അതൊക്കെ പോട്ടെ. ഇപ്പൊ നമ്മൾ ഇട്ട് കൊടുത്തത് ഫൗണ്ടേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിരികി വെക്കുന്ന ഷേപ്പ് ചെയ്ത് വിടുന്നുണ്ട്. ചെയ്യേണ്ട ആവശ്യമില്ല, നല്ലൊരു പേരിന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐക്കില്ല റഷ് ആകാനുള്ള തയ്യാറെടുപ്പാണ്. നമ്മൾ ഐഡ്രാമയുടെ കാറ്റിലെടുത്ത് കണ്ണങ്ങ് കറുപ്പ് ചെയ്തി കൊടുക്കണം. എന്തോരം കറുപ്പിക്കാവോ അത്രയും കറുപ്പിക്കുക. മസ്കാര ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ണിന്റെ പീലി തെങ്ങിന്റെ ഓല പോലെ ഇരിക്കണം. ബേബിയുടെ ലിപ് ബാം എടുത്ത് ചുണ്ടങ്ങ് ചുമപ്പിച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഏത് ലിപ്സ്റ്റിക് ആണോ യൂസ് ചെയ്യുന്നത് ആ ലിപ്സ്റ്റിക് തന്നെ എടുത്ത് ചുണ്ടിപ്പൊത്തും. അവസാനം ഒരു ലിപ് ഗ്ലോസും കൂടി ഇട്ട് ഒരു കുഞ്ഞു പൊട്ടും കൂടി തൊട്ടപ്പോൾ നമ്മുടെ മേക്കപ്പ് ഓവറായി. അങ്ങനെ പൊട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതാണ് അവസാനത്തെ ലുക്ക്. അപ്പോൾ ടാറ്റാ.